കിടന്നുറങ്ങുമ്പോഴത്തേക്ക് രാത്രി പാമ്പ് വന്ന് കയറി. പാമ്പ് വന്ന് കയറി കഴിഞ്ഞ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കാട് കയറിയ അയൽവസ്തു, താവളമായി പാമ്പുകൾ, ഉറക്കമില്ലാതെ ഗർഭിണിയും പൊടിക്കുഞ്ഞുമടങ്ങുന്ന നിർധന കുടുംബം. ജനൽ കമ്പികളിൽ പാമ്പുകൾ പടമൊഴിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വീടിനുള്ളിലേക്ക് ഇഴഞ്ഞുകയറുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകൾ. ഭയത്തോടെയും ആശങ്കയോടെയും ഒരു കുടുംബം ജീവനെ യാചിക്കുകയാണ് ആദിച്ചനല്ലൂരിൽ. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ പ്ലാക്കാട് ഉന്നതിയിൽ അനിൽ ഭവനിൽ ഗീതയും കുടുംബവുമാണ് ഈ കൊടും ദുരിതത്തിൽ കഴിയുന്നത്. ഞാനൊരു ദിവസം രാവിലെ നോക്കിയപ്പോ ജനല് വഴി കയറുന്നു പാമ്പ്. പാമ്പ് എന്റെ അമ്മയ്ക്ക് നടക്കാൻ ഓടാനൊന്നും ഒക്കത്തില്ല. ഞാൻ പിടിച്ചു വലിച്ചില്ലായിരുന്നു എന്റെ അമ്മയെ പാമ്പ് കടിച്ചനായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അന്ന് തന്നെ ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് വിളിപ്പിച്ച്. എന്റെ അടുത്ത് പറയുന്നേ ആളുടെ നമ്പർ പറഞ്ഞോളൂ, അവര് എവിടാന്ന് അറിഞ്ഞൂടാ, ഞാൻ പോയി തപ്പിക്കൊടുക്കാം. ഞാൻ എവിടെ പോയി തപ്പിക്കൊടുക്കണം ആളുകളെ? വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള വയോധിക, ഗർഭിണിയായ മകൾ, ഒരു പൊടിക്കുഞ്ഞ് എന്നിവരടങ്ങുന്നതാണ് ഗീതയുടെ നിർധന കുടുംബം. സമീപവാസിയായ വസ്തു ഉടമയുടെ പുരയിടം നാളുകളായി തിരിഞ്ഞു നോക്കാതെ കാട് കയറി കിടക്കുകയാണ്. ഈ കാടാണ് ഇപ്പോൾ ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ പ്രധാന താവളമായി മാറിയിരിക്കുന്നത്. ഇവിടെ നിന്നും നിരന്തരമായി പാമ്പുകൾ ഗീതയുടെ വീടിനുള്ളിലേക്ക് കയറുന്നു. പാമ്പുകളെ പേടിച്ച് രാത്രികാലങ്ങളിൽ കണ്ണടയ്ക്കാൻ പോലും ഈ കുടുംബത്തിന് കഴിയുന്നില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇവിടെ. നമുക്ക് വേറെ എങ്ങോട്ടോ ഇറങ്ങി പോവാൻ. ഇത് കോളനിയാ, ഇതൊരു കോളനി ആയതുകൊണ്ടാണോ എന്തോ മെമ്പർ തിരിഞ്ഞു നോക്കാൻ വരാത്തത്, അതും അറിയാൻ വയ്യ. മറ്റുള്ളവർക്കുള്ള കാര്യങ്ങളൊക്കെ മെമ്പർ ഓടി നടന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്രതികരണവും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ വീട് കണ്ട ഇടിഞ്ഞു ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ല, ഇതിന് പോലും ഒരു പരിഹാരം ഇവര് ഉണ്ടാക്കി തരുന്നില്ല. പിന്നെ എന്താ വേണം? ഞങ്ങൾക്ക് പോകാൻ വേറെ ഒരിടവും ഇല്ല. ഞങ്ങൾക്ക് ഈ കോളേജ് മാത്രമേ ഉള്ളൂ. ഈ കിടക്കുന്ന വീട് എന്റെ അമ്മയുടെ പേരിലിരിക്കുന്ന വീടാ. എനിക്ക് വീട് പോലും ഇല്ല. എന്റെ അമ്മയുടെ വീട്ടിലാണ് ഞാനും എന്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ താമസിക്കുന്നത്. വേറെ നമുക്കൊരു ഇടം പോലും ഇല്ല. ജനൽ കമ്പികളിൽ പാമ്പ് പടം പൊഴിച്ചിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഗീതയുടെ ഈ പഴക്കമേറിയ വീട്. ഈ കാട് കയറി കിടക്കുന്ന കാരണം വീട്ടിനകത്ത് ഇരിക്കാൻ ഒക്കത്തില്ല. പാമ്പും ചേരാൻ കയറുന്ന വീട്ടിനകത്ത്. അത് മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ട് മെമ്പർ വരുന്നതുമില്ല, വന്നൊന്ന് നോക്കുക പോലും ചെയ്തില്ല. ഞങ്ങളിനി എന്തോ വേണം? ഇനി ആരടുത്ത് പോയി പറയണം? ഈ കാട്ട് വരുന്നാ വരുന്നെന്ന് 2 ആഴ്ച കൂടലായി ഞാൻ പറഞ്ഞിട്ട്, ഇതുവരെ ഒന്നും വന്നില്ല. അവരെങ്കിലും ഒന്ന് വന്ന് തിരക്കെങ്കിലും വേണ്ടേ? അവർക്ക് ആളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ ചെന്ന് പൊക്കി എടുത്തോണ്ട് കൊടുക്കാൻ അവരെ? എനിക്കറിഞ്ഞൂടാ. എന്റെ വീട്ടിലൊരു വൈദ്യണ്യുണ്ട്, ഒരു പൊടിക്കൊച്ചുണ്ട്, വയസ്സായ ഒരു അമ്മയുണ്ട്. ഞാൻ എന്തോ വേണം? ഞാൻ ഇതിനൊക്കെ എങ്ങോട്ട് രാത്രിയാകുമ്പോ പാമ്പും ചേരാൻ കയറുമ്പോ വലിച്ചോണ്ട് ഓടണം? എനിക്ക് ഒരിടവും ഇല്ല ഓടാൻ. ഞാൻ എത്ര നാളായി വിളിച്ചു പറഞ്ഞു മെമ്പറുടെ അടുത്ത്, മെമ്പർ വന്നില്ല. വരട്ടെ. ഭിത്തികളെല്ലാം പൊട്ടിപ്പിളർന്നിരിക്കുകയാണ്. ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ വീട് പൂർണ്ണമായും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. നിർധനരായ ഈ കുടുംബത്തിന് വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും സർക്കാർ തലത്തിൽ നിന്ന് യാതൊരുവിധ സഹായവും ഇതുവരെ ലഭ്യമായിട്ടില്ല. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തിയ സമയത്ത് വാർഡിലെ ആശാപ്രവർത്തകയും അവിടെ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ് വാർഡ് മെമ്പറും സ്ഥലത്തെത്തിയതായി വീട്ടുകാർ അറിയിച്ചു. തങ്ങളുടെ ജീവന് ഭീഷണിയായ അയൽവസ്തുവിലെ കാട് അടിയന്തരമായി വെട്ടിത്തെളിച്ച് ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടനടി ഇടപെടണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.